നമസ്കാരം. 94-ാം വയസ്സിൽ വന്യവയോധികനായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ അലട്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങളോടൊക്കെ തൽക്കാലം നിങ്ങളങ്ങ് മാറി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. ജനക്ഷേമത്തിനു വേണ്ടി മനുഷ്യനൊപ്പം എന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ജനകീയ യാത്ര നടത്തുകയാണ്. 94-ാം വയസ്സിലാണ്. ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലൊരു യാത്ര നടത്താൻ തുടങ്ങണം എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകില്ല. കാരണം ഇത് ചെറിയ പണിയൊന്നുമല്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പരിപാടി. ഒരുപാട് വർഷങ്ങളായി അദ്ദേഹം ജനക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയാണ്. ആ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിനെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാമ്പത്തികമാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം പിളർപ്പുണ്ടാക്കിയത്, മാറി നിന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ആക്ഷേപങ്ങൾ. ആ സമയത്ത് അദ്ദേഹം പുഞ്ചിരിക്കുന്ന മുഖവുമായി അതിന് നേരിട്ട മനുഷ്യനാണ്. ഇന്നും അദ്ദേഹം പുഞ്ചിരിക്കുകയാണ്. ആ പുഞ്ചിരി തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ഇന്നും കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തെ ആരൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടോ, അധിക്ഷേപിച്ചിട്ടുണ്ടോ, അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ പോലും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളായിരുന്നു അന്ന്. ഇന്നും അദ്ദേഹത്തിന്റെ നിലപാട് അതാണ്. മനുഷ്യനൊപ്പം എന്നതാണല്ലോ അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന, മുസ്ലിം ജമാഅത്ത് നടത്തുന്ന ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന സന്ദേശം. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ യാത്ര, അതിന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാകുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത വിശേഷങ്ങൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസങ്ങളിലും പറയാനുണ്ട് എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയുന്നില്ല, നമ്മൾ അറിയാൻ വൈകുന്ന വിഷയങ്ങളുണ്ട്. എന്തായാലും പറയുകയാണെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വിശേഷങ്ങൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. 1989 എറണാകുളം സമ്മേളനം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പഴയ ആളുകൾക്കൊക്കെ അറിയാം. ആ സമ്മേളനം നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു ശ്രമം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നു. മധ്യ കേരള സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തി. SYSന്റെ സമ്മേളനം പൊളിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതുപോലെ ചന്ദ്രിക ദിനപത്രത്തിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടേതായിട്ടുള്ള ഒരു വാർത്ത വന്നു, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും അന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പാണക്കാട് കുടുംബത്തിനെതിരെ ഒരക്ഷരവും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഒക്കെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മറുപടി കൊടുത്തു. അദ്ദേഹത്തിന്റെ ആ മനസ്സ് ശുദ്ധമായിരുന്നു. ഈ യാത്രയുമായി അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി വളരെ കൃത്യമാണ്. അത് വ്യക്തമാകുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. എറണാകുളത്തെ സ്വീകരണ പരിപാടി ഈ കഴിഞ്ഞ ദിവസമായിരുന്നു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ലീഗിന്റെ പ്രതിനിധിയായി ആ പരിപാടിയിൽ പങ്കെടുത്തു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ. അതായത് 31 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 89-ലാണ് SYS സമ്മേളനം പൊളിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചത്. ആ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് ഒരു വാർത്ത ചന്ദ്രികയിൽ വന്നത്. എന്തായാലും ഈ 2026 എത്തിയപ്പോൾ, 37 വർഷം കഴിഞ്ഞപ്പോൾ, ഹാരിസ് ബീരാൻ എന്ന് പറയുന്ന ലീഗിന്റെ പ്രതിനിധി, രാജ്യസഭാ മെമ്പർ, അദ്ദേഹം കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയുടെ വേദിയിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു, അതിന്റെ ഭാഗമായാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന്. അതുപോലെ തന്നെ ഈ ലീഗുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ പ്രവർത്തകർ കാന്തപുരം ഉസ്താദിന്റെ യാത്ര കടന്നു വരുന്ന വഴികളിലൊക്കെ ലീഗിന്റെ കൊടിയും പിടിച്ച് ഈ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് രംഗത്തുണ്ടായിരുന്നു. തൃശൂർ ജില്ലയിൽ ലീഗിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള CH റഷീദ് ചാവക്കാട് നടന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. അദ്ദേഹവും പറഞ്ഞു, സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ. എന്തായാലും ഉസ്താദിന്റെ മനസ്സിലെ നന്മയാണ് ഇത്തരത്തിൽ ചില തിരുത്തലുകളൊക്കെ വരുത്താൻ ചില ആളുകളൊക്കെ തയ്യാറാകാൻ കാരണമായത് എന്നുള്ളത് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ്. മറ്റൊന്ന് സുന്നി ഐക്യമാണ്. സുന്നി ഐക്യം ഏറെക്കുറെ അത് പൂർണ്ണമായി എന്നുള്ളതാണ്. ഉസ്താദിന്റെ ഈ യാത്രയോടുകൂടി അതിന് കൃത്യമായിട്ടുള്ള ചില തെളിവുകൾ, ചില ദൃശ്യങ്ങൾ, ചില പ്രതികരണങ്ങൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു വിഭാഗം, EK സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു വിഭാഗം, ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരൊക്കെ EK സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരൊക്കെ ഈ പരിപാടിയുമായി പരമാവധി സഹകരിച്ചു. യാതൊരുവിധ തർക്കങ്ങളും എതിർപ്പുകളും ഞങ്ങൾക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ഈ പരിപാടിയിലെത്തിയത്.
അതുപോലെ ഇ കെ സമസ്തയുമായി ബന്ധപ്പെട്ട് നിലവിൽ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, നേതാക്കന്മാരെ മാറ്റി നിർത്തുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഈ യാത്രയുമായി പല സ്ഥലങ്ങളിലും സഹകരിച്ചു എന്നാണ് മനസ്സിലാക്കാനായത്. ഞാൻ ഏതെങ്കിലും ഒരു സംഘടനയെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ അക്കാര്യം പറയുന്നത്. അത്തരത്തിലുള്ള ആ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെക്കണം. മിനിമം സുന്നി ഐക്യമെങ്കിലും രൂപപ്പെടണം ഈ കെട്ടകാലത്ത്. എന്തായാലും അത് ഉസ്താദിന്റെ യാത്രയിലൂടെ സാധ്യമായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരുപാട് കാലങ്ങളായി നടക്കുന്ന ചർച്ചകളാണ്, ഒരുപാട് പിരിമുറുക്കങ്ങൾ. എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളികളും ചീത്ത വിളികളും ഒന്നും ഉണ്ടായിട്ടില്ല. ചില ആളുകൾ മാത്രം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു നിന്നുകൊണ്ട് പലതും പറയാറുണ്ടെങ്കിലും കാര്യമായ രീതിയിൽ അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് ഇരു വിഭാഗത്തിനും തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. എന്തായാലും ആ തിരിച്ചറിവ് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയത് ഉസ്താദിന്റെ ഈ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം മനുഷ്യനൊപ്പം എന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ മുസ്ലിം ജമാഅത്ത് ഈ യാത്ര നടത്തുന്നത്. ആ ഉദ്ദേശം അത് വളരെ ശുദ്ധമാണ്, മനസ്സിൽ മറ്റൊന്നുമില്ല. മനുഷ്യനൊപ്പം നിൽക്കാൻ തന്നെയാണ് ഉസ്താദ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതിന്റെ ഒരു തെളിവാണ് ഈ ഐക്യം ഇപ്പോൾ രൂപപ്പെടുന്നത്. അത് ഏറെക്കുറെ പൂർണ്ണതയിലെത്തി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് ഉസ്താദിന്റെ മനസ്സിലെ നന്മയാണ്. ഉസ്താദിന്റെ മുഖത്ത് കാണുന്ന പുഞ്ചിരി അത് കളങ്കമില്ലാത്തതാണ് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ്. എന്തായാലും യോജിക്കാൻ കഴിയാവുന്ന മേഖലകളിൽ യോജിക്കണം, പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന മേഖലകളിൽ സഹകരിക്കണം. കേരളത്തിൽ ഒരു വിധമുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ഐക്യം ഏറെക്കുറെ രൂപപ്പെട്ടു. അതായത് പേപ്പറുകളിലും സംഘടനകളും തമ്മിലുള്ള ലയനമൊന്നും നടന്നിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് സുന്നി ഐക്യം അത് ഏറെക്കുറെ കേരളത്തിൽ അത് നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ചെറിയ ചെറിയ പിണക്കങ്ങളും അതുപോലെ തന്നെ ചെറിയ ചില പ്രശ്നങ്ങളും ഒക്കെ ചില ആളുകൾക്കുണ്ട്. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ ഏറെക്കുറെ പൂർണ്ണമായി എന്നുള്ളതാണ്. എന്തായാലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി യഥാർത്ഥത്തിൽ ഇവിടെ ഞെട്ടിച്ചിരിക്കുകയാണ്. 89 ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്രികയിൽ വന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ ഉസ്താദിനെതിരെ പലപ്പോഴും പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൊലപാതകങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നു 3ഓളം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അംഗീകരിക്കുന്ന 3ഓളം വരുന്ന ആളുകളെ ലീഗിന്റെ ഭാഗത്തു നിന്ന് അവർ കൊല ചെയ്യുന്ന ലീഗിന്റെ പ്രവർത്തകർ കൊന്നുകളഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു കൊടുക്കാനും അല്ലെങ്കിൽ തെറ്റുകൾ ക്ഷമിക്കാനും ഒക്കെ തയ്യാറായി. ആരെയും എതിർത്തില്ല. മുസ്ലിം ലീഗിന്റെ ആളുകൾ ഈ വേദിയിലേക്ക് വരണം എന്ന് കാന്തപുരം ഉസ്താദ് ആവശ്യപ്പെട്ടു. അവർ വന്നു. അവരും മറക്കാൻ തയ്യാറായി. ഉസ്താദും ചില കാര്യങ്ങളൊക്കെ മറക്കാനും പൊറുക്കാനും തയ്യാറായി. ഇതൊക്കെ തന്നെയല്ലേ ഈ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന, ജനപക്ഷത്ത് നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി യാത്ര നടത്തുന്ന ആളുകൾ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യേണ്ടത്? ഉദ്ദേശം ശുദ്ധമായത് കൊണ്ടാണ് അതൊക്കെ അങ്ങനെ സംഭവിച്ചത്. എന്തായാലും കേരള യാത്ര ഈ 16-ാം തീയതിയാണ് അതിന്റെ സമാപനം. ഇന്നിപ്പോൾ ഇവിടെ 13-ാം തീയതിയായി. 3 ദിവസം ബാക്കി നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ മഹായാത്ര മഹാവിജയത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ ഈ യാത്ര വിജയിച്ചു എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും അത് മഹാവിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഉസ്താദിന്റെ ഈ യാത്രയോടൊപ്പം ഒരിക്കൽ കൂടെ മനസ്സുകൊണ്ട് ഉസ്താദിന്റെ ഈ യാത്രയോടൊപ്പം ഞാനും ചേരുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭിമാനപൂർവ്വം പറയാനുള്ളത്.